So I watched Furious, directed by കെഞ്ചി ടെന്നിഗാക്ക്. ഉറപ്പായിട്ടും അങ്ങനെയല്ലായിരിക്കും അത് പറയുന്നത്. ഇതൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹോങ്കോങ് ആക്ഷൻ ഫിലിമാണ്. ബോത്ത് ഇംഗ്ലീഷും ഉണ്ട് ചൈനീസും ഉണ്ട്. രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ലാംഗ്വേജാണ്. ഭയങ്കര അന്യായ അടിപ്പടമാണ്. അതാണ് ഇതാണെന്ന് പറഞ്ഞ് കണ്ടതാണ്. പക്ഷെ എനിക്കൊരു ഓക്കേഷ് ഫീൽ. ഐ മീൻ തുടക്കമൊക്കെ അടിപൊളിയായിരുന്നു. തുടക്കം ഒരു 1 and 2 മിനിറ്റ് പടം തുടങ്ങി ആ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒരു അടിയുണ്ട്. ആ ഒരൊറ്റ അടി കൊണ്ട് തന്നെ നമ്മൾ പടത്തിലേക്ക് ഇന്നാവും. ഒരു മത്യ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്, ഒരു ഫീമെയിൽ ക്യാരക്ടർ, ഒരു റിപ്പോർട്ടറാണ്. അപ്പോൾ ആളുടെ ഒരു റിപ്പോർട്ടർ എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പം അവിടുത്തെ റിപ്പോർട്ടേഴ്സൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അതൊരു കിടിലൻ അടിയാണ്. ആ കിടിലൻ അടിയിലൂടെ നമ്മൾ ആ സിനിമയിലേക്ക് കയറി. പിന്നെ ഒരു 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 30 മിനിറ്റ്സ്, ഒരു 1 അവർ ആ ഒരു മൂഡിൽ, അതായത് ആ ഒരു ക്യാരക്ടറാണ് സിനിമയുടെ മൂഡ് ബിൽഡ് ചെയ്യുന്നത്. പിന്നെ നമ്മളെങ്ങനെ ഒരു ഫാമിലി കാണിക്കുന്നു, ഒരു അപ്പനും ഒരു മോളും. അതിൽ അപ്പനൊരു മിസ്റ്റീരിയസ് ബാക്ക്ഗ്രൗണ്ടാണ്, ആരാണ് എന്താണെന്നൊന്നും അറിയത്തൊന്നുമില്ല. അത് ചൈൽഡ് ട്രാഫിക്കിംഗ് ബേസ് ചെയ്ത് നമ്മൾ കുറേ ചൈനീസ് ഫിലിംസ് അങ്ങനെ കണ്ടിട്ടുണ്ട്. അവിടുത്തെ സേഫ്റ്റി, പിന്നെ അതിനെതിരെ പ്രതികരിക്കുന്ന ഹീറോസ്. സ്ഥിരം ഈ ഇങ്ങനത്തെ ഒരു ഫിലിം പാറ്റേൺ നമ്മൾ കണ്ടുവരുന്ന ഒരു ഹീറോ, ഒരു നായിക, അങ്ങനെയൊക്കെയാണ്. ഇതിൽ 2 ഹീറോസ് ഉണ്ട്. ഇതിൽ നവീൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നമ്മൾ അത്യാവശ്യം ഈ ചൈനീസ് ആക്ഷൻ മൂവീസ് കാണുന്നവർക്കറിയാം. റെയ്ഡിൻ്റെ അകത്തുണ്ടായിരുന്നു. അതേപോലെ ദ നൈറ്റ് കംസ് ഫോർ അസ് എന്നാണ് തോന്നുന്നു. അപ്പം ആളുടെ അടി പരിപാടിയൊക്കെ നമുക്കറിയാം, ആൾ ഒരു സംഭവമാണ്. പക്ഷേ ഇതിലെ ഒരു മെയിൻ ക്യാരക്ടർ, ആളുടെ ഒറിജിനൽ പേരറിയത്തില്ല. സിനിമയിലെ ക്യാരക്ടറിൻ്റെ പേര് വാങ് ഹെയ് എന്നെങ്ങാണ്ടാണ്. അപ്പം ഇയാളുടെ അടി ഒരു ഒന്നൊന്നര അടിയാണ്. നമ്മളിങ്ങനെ എന്താ പറയുക, ഭയങ്കര പഞ്ചും പരിപാടിയൊന്നുമല്ല, ഭയങ്കര ക്രിയേറ്റീവ് അടിയാണ്. ഇതിൻ്റെ ഇൻവെൻറ്റീവ് മാർഷൽ ആർട്സ് എന്നാണ് ഇതിൻ്റെ വിക്കിപീഡിയ പേജിൽ കിടക്കുന്നത്. അപ്പോൾ ആ ശരിക്കും ഇൻവെൻറ്റീവ് ആയിട്ടുള്ള ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള അടികളാണ്. അങ്ങനെ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിൻ്റെ ഒരു നമ്മൾ ഇതുവരെയും അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി സെറ്റപ്പിലാണ് അടി. ഈ വാങ് ഹെയുടെ അടി കാണുമ്പോൾ നമുക്ക് മറ്റേ ആളുടെ നവീൻ എന്ന ആളുടെ ഒരു അടിയും പരിപാടിയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അയാളുടെ അടി ഒന്നും അല്ല എന്ന് നമുക്ക് തോന്നും. അമ്മാതിരി അടിയാണ് ഈ വാങ് ഹെയുടെ അടി എന്ന് പറയുന്നത്. പിന്നെ സ്ഥിരം ഒരു മെയിൻ വില്ലൻ. പിന്നെ ഇതിൻ്റെ അകത്തൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, ഒരു എന്നെപ്പോലെ ഒരു മൊട്ടത്തലയാണ്. പുള്ളി കൊള്ളാം. പുള്ളിയെന്ന് വെച്ചാൽ ചില്ലറക്കാരനൊന്നുമല്ല. പുള്ളിയുടെ തലക്കെട്ട് ചുറ്റിക വെച്ചൊരു അടി കിട്ടുന്നുണ്ട്. പോരാഞ്ഞിട്ട് മിനിമം ഒരു 3 4 ഹെഡ് കൺകഷനൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. പുള്ളി അതും കഴിഞ്ഞിട്ട് എണീറ്റ് വരും. അങ്ങനെ ഒരു പണ്ടത്തെ നമ്മുടെ പഴയ ആക്ഷൻ മൂവീസിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ക്യാരക്ടർ. ഒരു ഒരു ഗുണ്ട് ക്യാരക്ടറാണ്. പക്ഷേ അന്യായ ഫ്ലെക്സിബിലിറ്റി, അന്യായ പവറും. പുള്ളി എങ്ങനെയേലും ഒന്ന് തീർന്ന് കിട്ടണേ എന്ന് നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും. ആ ഒരു രീതിയിൽ ഇതിലെ മെയിൻ വില്ലനെ കടത്തി വെട്ടുന്ന രീതിയിൽ പുള്ളി അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പുള്ളി ആരാണ് എന്താണെന്നൊക്കെ ഇങ്ങനെ യൂട്യൂബ് നോക്കി, പുള്ളിയുടെ ബ്രദറും മാർഷൽ ആർട്സ് യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് അവർ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഫേമസ് ആയവരാണ്. അങ്ങനെ യൂട്യൂബ് ചാനൽ കണ്ട് അവർ ഹോളിവുഡിലേക്ക് വന്നവരാണ്. ഇതിൻ്റെ അകത്ത് ക്യാരക്ടറിൻ്റെ പേര് ഹോ എന്നും കണ്ടാണ്. ഇയാളുടെ ബ്രദർ ഇതിൻ്റെ അകത്തില്ല. സോ പിന്നെ പടം ഒരു പതുക്കെ പതിയെ 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 സ്ലിപ്പായി പോകുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പം പ്രിഡിക്റ്റബിൾ പ്രിഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ അത് മോശമായി പോകും. നമുക്കറിയാം ഈ ഹീറോസ് രക്ഷിക്കും. പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ട്വിസ്റ്റുകൾ. പിന്നെ ക്ലൈമാക്സിലോട്ട് വരുമ്പം ഓക്കെ, കുറേ കഴിയുമ്പോൾ നമുക്ക് മടുക്കും. കാരണം ഒരു പരിധി കൂടുതൽ അടിയുണ്ട്, എന്താ പറയുക, ഒരു പരിധി കൂടുതൽ ആക്ഷൻ വന്നാലും നമുക്ക് മടുപ്പാണ്. ഇതെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ടു എൻഡ് ആക്ഷനാണ്. ഒരു 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 15 മിനിറ്റ് ഇൻ്റർവെൽസിൽ ഇങ്ങനെ അടി വന്നുകൊണ്ടേയിരിക്കും. ഒരു ക്ലൈമാക്സിൽ അടിയെന്നാണ് തീരത്തുമില്ല. അങ്ങനെ അടിച്ചടിച്ചടിച്ച് ഒരു മനുഷ്യന് ഇത്രയൊക്കെ അടിക്കാൻ പറ്റുമോ നമ്മളെ. അങ്ങനെ ഒരു തരത്തിൽ പടം അങ്ങനെ അവസാനിക്കും. പിന്നെ ആസ് യൂഷ്വൽ അച്ഛൻ, മെയിൻ ഹീറോയുടെ ബാക്ക് സ്റ്റോറി മേ ബി ഒരു ഫ്യൂ സെക്കൻഡ് വല്ലതും വരുമായിരിക്കാം. നമുക്ക് ഒരു യൂഷ്വൽ കഥയാണ്. ആർക്കും അറിയാത്ത, ഒരു ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത ഒരാൾ, അയാൾ ഭയങ്കര സംഭവമാണ്. പക്ഷെ ആരാണ് എന്താണെന്ന് അറിയത്തില്ല. അയാളുടെ ഒരു പാസ്റ്റ് ഒരു ബ്രൂട്ടൽ അല്ലെങ്കിൽ ഒരു ഡാർക്ക് പാസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു കൊള്ളാം. ബോറടിക്കത്തില്ല. ഒരു മണിക്കൂർ 52 മിനിറ്റാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. ആ ഒരു മണിക്കൂർ 52 മിനിറ്റ് നമ്മളെ ഹുക്ക് ചെയ്തിരുത്തും. പക്ഷേ ഈ പറയുന്ന പോലെ ഇതാണ് പ്രശ്നം. നമ്മൾ ഈ ഒരുപാട് ഹൈപ്പ് കൊടുത്തിട്ട് ആ പടം കണ്ടാൽ നമുക്ക് ദഹിക്കത്തില്ല. പക്ഷേ കണ്ടിരിക്കാൻ പറ്റാവുന്ന നല്ലൊരു ആക്ഷൻ പടം. കാണാൻ താല്പര്യമുള്ളവർ കാണുക. മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം.